നെടുമ്പാശ്ശേരിയിൽ വൻ കൊക്കെയിൻ വേട്ട നടന്നിരിക്കുകയാണ്. 6 കോടി രൂപയുടെ കൊക്കെയിനുമായിട്ട് മിഷേൽ എൻഗംഗ എന്ന കെനിയൻ പൗരനാണ് പിടിയിലായത്. 50 ലഹരി ഗുളികകളാണ് മിഷേലിന്റെ വയറിൽ നിന്ന് കണ്ടെത്തിയത്. റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരും. റിയ, ഒരു രാസലഹരിയുടെ ഒരു ക്യാമ്പായിട്ട് അല്ലെങ്കിൽ ഒരു കേന്ദ്രമായി മാറുകയാണ് കൊച്ചി. ഇതൊരു വിദേശ പൗരൻ ഇവിടേക്ക് ലഹരിയുമായിട്ട് എത്തിയിരിക്കുകയാണ്, അതും ഇത്രയും വലിയ തോതിൽ. ഇയാളൊരു കാരിയറോ മറ്റോ ആണോ? എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇത് എവിടേക്ക് കൊണ്ടുപോകാനാണ്, ആർക്ക് കൊടുക്കാനാണ്, ഇത് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി ചോദ്യം ചെയ്യലിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. സംഭവം കഴിഞ്ഞ, അതായത് ഈ DRI നടത്തിയ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ DRI നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വലിയ ലഹരി വേട്ട നടന്നത്. 50 ലഹരി ഗുളികകളാണ് ഈ കെനിയൻ സ്വദേശിയായിട്ടുള്ള മിഷേലിന്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ഇയാൾ ലഹരി ഗുളികകൾ വിഴുങ്ങിയാണ് വിമാനം വഴി കടത്താൻ ശ്രമിച്ചത്. അങ്കമാലിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ഈ ഗുളികകൾ പുറത്തെടുത്തിട്ടുണ്ട്. 668 ഗ്രാം കൊക്കെയിനാണ് ഈ ഗുളികകളിൽ നിന്നായി DRI കണ്ടെത്തിയിട്ടുള്ളത്. ഇത് വലിയ സംഭവമായി തന്നെ കണക്കാക്കിക്കൊണ്ട് ഈ പരിശോധന അടക്കം വ്യാപകമാക്കാൻ ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. എത്യോപ്യയിൽ നിന്നാണ് മിഷേൽ കൊച്ചിയിലെത്തിയത്. എന്തായാലും ഇയാൾ ആർക്ക് വേണ്ടിയാണ് ഇത് എത്തിച്ചത്, ഇത് എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത്രയും വലിയ ഒരു കൊക്കെയിന്റെ ലഹരി വേട്ട നെടുമ്പാശ്ശേരിയിൽ നടന്നു എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. എന്തായാലും ലഹരി ഗുളികകളായി വിഴുങ്ങി കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ച സംഭവത്തിൽ ഇയാൾ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് വിശദമായി തന്നെ ചോദ്യം ചെയ്യും.